ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അത്രയും സ്നേഹം പറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് പ്രവേശിക്കുന്നത് ഈ ആണ്ടുവട്ടത്തിൻ്റെ 11ാമത്തെ ഞായറാഴ്ചയിലെ വചന ശുശ്രൂഷയിലേക്കാണ്. സഭാമാതാവ് ഈ ഞായറാഴ്ച നമുക്ക് തരുന്ന ജൂൺ 16 2024 ആ ഞായറാഴ്ചയിലെ 11ാമത്തെ ആണ്ടുവട്ടത്തിലെ 11ാമത്തെ ഞായറാഴ്ചയിൽ തരുന്ന വചനങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വായനയിലെ വചനങ്ങൾ ഇതാണ്. എസെക്കിയേൽ പ്രവാചന പുസ്തകം 17-ാം അധ്യായം 22 മുതൽ 24 വരെയാണ്. പിന്നെ അതുപോലെ തന്നെ സങ്കീർത്തനം 92-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് നമുക്ക് പ്രതിവചനമായിട്ട് പറയുന്നത്. അതായത്, കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുക ഉചിതമാണ്, അല്ലെങ്കിൽ നല്ലതാണ് എന്നാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഗിവ് താങ്ക്സ് ടു യു. അങ്ങേക്ക് നന്ദി പറയുക എന്ന് ഉചിതമാണ്. നന്ദി. പിന്നെ രണ്ടാമത്തെ വായന കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോസ്പൽ അക്ലമേഷനായിട്ട് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷ വചനത്തിന് മുമ്പായിട്ടുള്ള നമ്മുടെ പ്രൊക്ലമേഷൻ ഇതാണ്. ദ സീഡ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അതായത് വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നത്. വിത്ത് എന്ന് പറയുമ്പോൾ അത് ദൈവവചനമാണ്. പിന്നെ ക്രൈസ്റ്റ് ഈസ് ദ സോവർ. ഈശോയാണ് വിതക്കാരൻ. ഓൾ ഹൂ കം ടു ഹിം വിൽ ലിവ് ഫോർ എവർ. ഈശോയിലേക്ക് വരുന്ന എല്ലാവരും ജീവിക്കും എന്നാണ്. പിന്നെ സുവിശേഷം എടുത്തിരിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. അഭിവചന ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പരിസമ്മയുടെ സഹായം പതിവനുസരിച്ച് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇപ്പോൾ ഒന്നാമത്തെ വായന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ദേവദാരു വൃക്ഷത്തിനെ പറ്റിയാണ് പറയുന്നത്. ദേവദാരു വൃക്ഷം, അതിൻ്റെ മുളയെടുത്ത് നടുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ദൈവമെടുത്തിങ്ങനെ നട്ടു കഴിഞ്ഞാൽ അത് അനേകർക്ക് ആശ്വാസവും സങ്കേതമായി തീരും എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ ഈ വചനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വചനം തന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഒരു സെക്കൻഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എസെക്കിയേൽ പ്രവാചന പുസ്തകം 17-ാം അധ്യായം 22 മുതൽ 17-ാം അധ്യായം 22 മുതൽ 24. വളരെ ചെറിയ വാചകങ്ങളാണ്. അതായത്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളത് എടുത്ത് ഉന്നതമായ പർവ്വതശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാനത് നടും.
അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്ന മരത്തെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണിത് പറയുന്നത്, ഞാനത് നിറവേറ്റുകയും ചെയ്യും. അപ്പോൾ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഈശോയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഉയരമുള്ളൊരു ദേവദാരു എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. ഉയരമുള്ളൊരു ദേവദാരു എന്ന് വെച്ചാൽ അത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വന്നൊരു വൃക്ഷമാണത്. ആ വൃക്ഷത്തിൽ നമ്മൾ അതിൻ്റെ ശാഖകളെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ വിശ്വസിച്ചത് അപ്പോസ്തലന്മാരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വിശ്വസിച്ചു, അവർ വഴി ഇങ്ങനെ അത് ജെറൂസലമിൽ തന്നെയാണ് നടുന്നത്. അതായത് ഇസ്രായേൽ ഭവനത്തിൽ തന്നെ നടുമെന്നല്ല ഈശോ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ നടും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലിൽ തന്നെയാണ് ഇത് തുടങ്ങിയതെന്ന് പറയുന്നത്. എന്നിട്ട് ഒരു വലിയ ദേവദാരുവായി അത് മാറും. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സഭ വളർന്ന് ലോകം മുഴുവനും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രചരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നത് ഈ നമ്മുടെ ഈ ഹോളിവുഡൊക്കെയുള്ള സ്ഥലമില്ലേ, അതായത് ഈ കാലിഫോർണിയ, അവിടുത്തെ ഒരു ഡയസിസിൽ 16 പേര് അച്ഛന്മാരായേക്കണം. 16 പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നിസ്സാര സംഭവമൊന്നുമല്ല അതൊക്കെ. കാരണം അവിടുത്തെ ആ ലോകാരൂപി നിറഞ്ഞിരിക്കുന്നൊരു ഏരിയയാണ് അവിടെയൊക്കെ. സിനിമ പക്ഷെ വളരെ അതിനിടക്ക് നല്ല മണിമുത്ത് പോലത്തെ നല്ല ദൈവ സന്ദേശങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇത് വരുന്നുണ്ടെന്ന് പറയണം. എന്നാൽ നമ്മളെയൊക്കെ ശരിക്കും പോർണോഗ്രഫിയിലേക്കും മറ്റു തരത്തിലുള്ള ഈ ലോകാരൂപി എന്ന് വെച്ചാൽ ശാരീരികമായ സുഖങ്ങൾ, ശാരീരികമായ സന്തോഷങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുന്ന ഒത്തിരി സിനിമകൾ അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ചില മണിമുത്തുകൾ പോലത്തെ സിനിമകൾ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നെ ഇപ്പോൾ അതേ ഒരു ചോസൺ എന്ന് പറഞ്ഞൊരു സീരിയൽ ഇറങ്ങിയിട്ടുണ്ട്. ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ളൊരു സീരിയൽ. അത് മലയാളത്തിൽ നിന്ന് വന്നിട്ടില്ല, ഇംഗ്ലീഷിലാണ് വന്നേക്കണത്. മലയാളത്തിൽ ആയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരും, ദൈവം ഇങ്ങനെ മുളപ്പിക്കുമെന്ന് പറയുന്നത്. ദൈവം മുളപ്പിക്കും. അപ്പോൾ ഈ 16 പേര് അച്ഛന്മാരായെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ സംഭവമൊന്നുമല്ല. അവരിലൂടെ ദൈവവചനം അങ്ങോട്ട് വിതറും. ദൈവവചനം വിത്താണെന്നല്ല ഇന്നിപ്പോൾ നമ്മൾ ഗോസ്പൽ അക്ലമേഷന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ദേവദാരുവായ യേശുവിൽ നിന്നുള്ള മുളകളിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് 23-ാമത്തെ വാക്യത്തിൽ ഒരു ദേവദാരുക്യം ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. അപ്പോൾ ഈ എല്ലാത്തരം മൃഗങ്ങളും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മറ്റൊരർത്ഥം വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ മറ്റൊരർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, എല്ലാവരും അവസാനം സത്യം ഈശോ തന്നെയാണെന്ന് അംഗീകരിക്കുന്നൊരു കാലം വരും, അല്ലെങ്കിൽ ഈശോയിൽ അഭയം പ്രാപിക്കുന്നൊരു കാലത്തിലോട്ട് വരുമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സത്യം. കാരണം വെച്ചാൽ ലോകത്തിൻ്റെ അരൂപിയിൽ പോകുന്നവനൊന്നും സന്തോഷമോ അല്ലെങ്കിൽ ഒരു ശാശ്വതത്വമോ ഇല്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ആ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ നശീകരണ ഇതൊക്കെ ശരിക്കും അവനറിയാൻ പറ്റും. അവൻ ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അപ്പോൾ പല ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ചില ജീവിതങ്ങളിൽ അവർ വലിയ ആളുകളൊക്കെ ആണെന്ന് പറഞ്ഞിങ്ങനെ അഹങ്കരിച്ചിങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിലൂടെ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എനിക്ക് ദൈവം വേണ്ട, ആരും വേണ്ട, ദൈവം പഠിപ്പിക്കണമെന്ന് എനിക്ക് വേണ്ട എന്ന് പറയുന്നൊരു ശൈലിയാണത്. അപ്പോൾ ഞാൻ സുവിശേഷത്തിലോട്ട് വരാൻ പോകണം. അപ്പം ഇനി സുവിശേഷത്തിൽ എന്താ പറഞ്ഞു നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അപ്പം നമ്മൾ ഇതിൽ പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മൾ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെ ദൈവം ഇങ്ങനെ ഇത്രമാത്രം കലുഷിതമായൊരു ലോകത്തിലാണെങ്കിൽ തന്നെയും അവിടെ നിന്നല്ല മുളകളൊക്കെ പൊട്ടി മുളക്കാൻ പറ്റിയ വിധത്തിൽ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നുണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞു നോക്കണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വഴി നമ്മൾ ശരിക്കും വിധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനം. വിശ്വാസം വഴിയാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണിൻ്റെ കാഴ്ച കൊണ്ടല്ല, വിശ്വാസമാണ്. അതായത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാവിധത്തിലെ കെടുതികളെയും നമുക്കത് ജീവിക്കാനുള്ളൊരു പ്രത്യേക ഈശോയുടെ സാന്നിധ്യം നമുക്കുണ്ടാകും. ഈശോയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്കുണ്ടാകും. അത് തന്നെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ. ഇനിയിപ്പോൾ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാൻ മാർക്കോസ് അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയാണ് പറയണതിൽ. അപ്പോൾ അവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യമാണെന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. പിന്നെ വിത്ത് വിതയ്ക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഈശോയാണ് വിതയ്ക്കണതെന്ന് പറയുന്നത്. അപ്പോൾ അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവനറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ഇതാണ് ദൈവവചനത്തെപ്പറ്റി പറയുന്നത്. ദൈവവചനം എങ്ങനെ ശരിക്കും സ്വീകരിക്കുന്നവൻ, ദൈവരാജ്യത്തിലെ ആ വിത്ത് എന്ന് പറയുന്ന ദൈവവചനത്തെ നമ്മൾ നല്ല ഹൃദയത്തിൽ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വിത്ത് പല പല തലത്തിൽ വീഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പല പല തലങ്ങളിൽ, വഴിയരികെ, പാറപ്പുറം, പിന്നെ മുൾപ്പടർപ്പ് എന്നൊക്കെ പറയുന്നത്. അത് ജീവിതത്തിൽ ചിലവർ വിത്തിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തോട് കാണിക്കുന്ന ആ ഒരു സമീപനമാണ്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നവർക്കൊന്നും അതിൻ്റേതായ അതിലൊന്നും വളരില്ലെന്നുള്ളതാണ്. നല്ല നിലം തന്നെ വേണം, നല്ല നിലം വേണം. നല്ല നിലം എന്ന് പറയുമ്പോൾ തന്നെ ശുദ്ധത, അല്ലെങ്കിൽ ഒരു സത്യസന്ധത, ആത്മാർത്ഥത, ശരിയായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു ബോധം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിനുള്ള പ്രാർത്ഥന, കുമ്പസാരം, കുർബാന, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭക്തജീവിതം വേണം. അത് ദൈവഭയത്തിൽ നിന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും, ഞാൻ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാണ്, അങ്ങയുടെ ഇഷ്ടം പോലെയാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടതെന്നുള്ള ആ ഒരു ആത്മീയ അരൂപി നമ്മളിൽ വേരൂന്നണം. അപ്പോൾ എവിടെ പോയാലും അതിൻ്റെ ആ ചൈതന്യത്തിൽ നമുക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കും. അപ്പോൾ അവിടെ ശരിക്കും ദൈവത്തിൻ്റെ വചനം വളരുമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് പറയുന്നൊരു ദുഷ്ടാരൂപിയുടെ തലത്തിലാണ് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ എത്ര പറഞ്ഞാൽ അത് മതിയാവത്തില്ല. അത് ഭയങ്കര അടിസ്ഥാനപരമായൊരു സംഭവമാണ്. ദൈവവചനമൊന്നും ഈശോ പറയുന്നത് ശരിക്കും അതേപോലെ തന്നെ നമ്മൾ എടുക്കണം. ഈശോ പറഞ്ഞതാണ്, അതായത് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവൻ ആണല്ലോ മത്തായി അപ്പോസ്തലൻ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. അതിലോട്ടൊന്ന് പോകാം. മത്തായി അപ്പോസ്തലൻ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു വചനമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ. അപ്പോൾ ഇതാണ്, വചനം ശ്രവിക്കണം, അതനുസരിക്കണം. വെറുതെ ശ്രവിച്ചാൽ മാത്രം പോകാം, അനുസരിക്കാൻ നോക്കണം. ഇതിനൊക്കെ നമുക്ക് കൃപ വേണം. അപ്പോൾ അത് പറ്റില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. എപ്പോഴും നമ്മൾ ചോദിക്കണം. അതാണ് നമ്മൾ ശരിക്കും ചെയ്യണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെന്ന് വെച്ചാൽ ഈ വചനത്തിൽ ജീവിക്കാൻ, വചനത്തിൽ വളരാൻ, വചനം മറ്റുള്ളവരോട് ഇതിങ്ങനെയൊക്കെയാണ്. വചനം സ്വീകരിക്കുക, വചനം വിശ്വസിക്കുക, വചനം പ്രഘോഷിക്കുക. ഇങ്ങനെയുള്ള ഈ തത്വങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് നിറയണം. അപ്പോൾ എന്ത് വചനം? ദൈവവചനം, ദൈവം പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ. അതിനെ വില കൽപ്പിക്കാതെയും അത് പറയാൻ നാണം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തളർന്നു പോകും. നമ്മുടെ ആ ഒരു ക്രിസ്തു സാക്ഷ്യം നമുക്കില്ലാതായി മാറും. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം
ഇടുങ്ങിയ വഴി കൂടി പോകുന്നവരെ രക്ഷ പ്രാപിക്കുന്നത് ഈശോ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 7-ാം അധ്യായം, ഞാൻ നേരത്തെ പറഞ്ഞ 26-ാമത്തെ വാക്യമാണ്. ഇപ്പം 7-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുകയും വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതം. അപ്പോൾ ഈ ലോകത്തിൽ കാണിക്കുന്ന കുറേ കാട്ടായങ്ങൾ, അതായത് ചിലർ വിശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ആ വിശ്വാസം ജീവിക്കാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ജീവിച്ചിട്ട് അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്ത തരത്തിലുള്ള ഒരു മൂഢാവസ്ഥ അല്ലെങ്കിൽ കണ്ണുകെട്ടിയിരിക്കുന്നൊരവസ്ഥ അവർക്കുണ്ട്. അതാണ് കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ, അത് തന്നെ വളരെയധികം സ്വാധീനിച്ചുള്ളൊരു വചനമാണത്. അതായത് നമ്മുടെ വിളിയുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു ദുഷ്ടാരൂപി ലോകത്തിലുണ്ട്. ആ ദുഷ്ടാരൂപിയെ വളരെ കൂടുതൽ ശ്രദ്ധിക്കും തോറും, എന്ന് വെച്ചാൽ അത് സിനിമയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ സീരിയലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ അതിലൂടെ അങ്ങനെ കയറി നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവവചനത്തിൻ്റെ മഹത്വം, അതാണ് ആ വചനത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഈ സുവിശേഷത്തിൻ്റെ മഹത്വത്തെ മൂടിക്കളയും, അല്ലെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം നശിപ്പിച്ച് കളയും ഈ ലോകാരൂപിയിൽ നമ്മുടെ അടുപെട്ടുപോയാൽ. അതായത് ചിലർ കാണിക്കുന്ന കോപ്രായങ്ങളെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ തന്നെ റീൽ എന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു തോറും അതിൽ നമ്മൾ കൂടുതൽ ഒന്നിനൊന്നിങ്ങനെ നമുക്ക് ആകർഷകമായ രീതിയിൽ ഈ ലോകത്തിൻ്റെ ചില വൈക്കുറ്റങ്ങളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സിനിമ നടന്മാരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ചിലവരൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളങ്ങനെ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയായിരിക്കും. പക്ഷേ എങ്കിലും അതിലൂടെ ഒരു വ്യഭിചാരത്തിൻ്റെ രൂപി, ദുഷ്ടാരൂപി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ വിലകെട്ടവരാകാൻ, നമ്മളെ നശിപ്പിച്ച് കളയാൻ, നമ്മുടെ ആ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട രക്ഷയുടെ മൂല്യങ്ങളെ തകർത്ത് കളയുന്ന ചില അരൂപികൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഈശോ പറയുന്നതാണ്, എൻ്റെ വചനം കേൾക്കുകയോ അതനുസരിക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവസാനം ഈശോ ഇന്നത്തെ വചനത്തിൽ 34-ാമത്തെ വാക്യത്തിൽ 33-34 ശ്രദ്ധിക്കണം. അതിലാണ് അവിടെ പറയുന്നത്, അതായത് ഈ ദൈവവചനം പറയും, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ പറയുന്നത്. അതായത് എല്ലാവർക്കും ഉപമകളിലൂടെ ഞാൻ പറയുള്ളൂ, പക്ഷേ അപ്പോസ്തലന്മാർ തൊട്ടടുത്ത് വന്നിട്ട് ചോദിക്കുമെന്ന് പറയണേ. അതായത് ആ ഉപമയുടെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനം ചോദിക്കുമെന്ന് പറയണേ. അപ്പോൾ എന്ന് പറഞ്ഞാലും നമ്മളും ഇതുപോലെ തന്നെ വചനങ്ങളിങ്ങനെ കേൾക്കുമെങ്കിലും ആ വചനത്തെ വീണ്ടും എടുത്ത് ധ്യാനിക്കണം. പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീണ്ടും അതിനെപ്പറ്റി ധ്യാനിക്കണം. എന്നിട്ട് അപ്പോൾ ആ സമയത്തൊരു ഈശോയോട് സംഭാഷിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ടെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരും, ആ സഹായകൻ നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലൊരു ജ്ഞാനസ്നാനം ഞങ്ങൾക്ക് തരുമെന്നൊക്കെ പറഞ്ഞോട്ടൊക്കെ പഠിപ്പിച്ചില്ല. അപ്പോൾ എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവാണ് ശരിക്കും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾ. പക്ഷേ അത് ഈശോ വഴിയാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഈശോയോട് ചോദിക്കണം, ചോദിക്കുവിൻ. അത് ചോദിക്കേണ്ടത് ഈശോയോട്, പക്ഷേ ഈശോ തരുന്ന സമ്മാനമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ശരിക്കും ശുദ്ധീകരിക്കും, പഠിപ്പിക്കും, നമ്മളെ ശരിക്കും ദൈവത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകും. പല അശുദ്ധികൾ നമ്മളെ വിടുവിച്ച് മോചിപ്പിക്കും. അത് തെറ്റാണെന്നോ അതിനെയൊക്കെ എതിർക്കാനൊക്കെ ഉള്ള തൻ്റെ ഇടം നമുക്ക് തരും. പിന്നെ പറയാനൊക്കെ ഉള്ള തൻ്റെ ഇടം തരും. അതിനൊക്കെ കിട്ടില്ലെങ്കിൽ ചോദിക്കണം. അത് എപ്പോഴും നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഭയങ്കര അടിത്തറയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം, ഈ അപ്പോസ്തലന്മാരുടെ മാതൃക, അതായത് ഈ അപ്പോസ്തലന്മാരെപ്പോഴും ചോദിക്കുന്നത് ഇതാണ്. ഇപ്പം മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 31-34 എല്ലാവരോടും അവിടുന്ന് ഉപമകളിലൂടെ സംസാരിക്കുന്നു. അതാണൊരു കാര്യം, ഉപമകളിലൂടെ സംസാരിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങളായിട്ട് ഉപമ പോലെ ഇരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ആ ഉപമയുടെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിക്കണം. ഇപ്പോൾ തന്നെ ഒരു വിതയ്ക്കാരൻ വിതയ്ക്കാൻ പോയി എന്ന് പറയുമ്പോൾ അപ്പോൾ വിതച്ചത് എന്തിട്ടാണ്? അത് ഈശോ വ്യാഖ്യാനിക്കുമ്പോൾ എന്താ പറയണേ?
അത് ദൈവവചനമാണ്, ദൈവവചനമാണെന്നാണ്. പിന്നെ ആരാണ് വിതയ്ക്കുന്നത്? അത് ഈശോയാണ് വിതയ്ക്കുന്നത് എന്ന് പറയുന്നത്. അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു 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 പഠിപ്പിക്കൽ അവിടെയുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടി? അപ്പോസ്തലന്മാർ ഈശോയുമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചോദിച്ചെന്നാണ്. ഇതെന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. നമ്മളിങ്ങനെ ഒന്നിച്ച് കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈശോയോട് ഒരു ബന്ധം പുലർത്തി ഇങ്ങനെ ചോദിക്കണം, സ്നേഹമായിട്ട്. അങ്ങനെയാണ് ഇടുങ്ങിയ വഴി കൂടി പോകണവരെന്നൊക്കെ പറയുന്നത്. ഇടുങ്ങിയ വഴി എന്ന് വെച്ചാൽ ഈ ലോകം കാണിക്കുന്ന കുറേ പേക്കുത്തുകളൊക്കെ കണ്ട് ഇങ്ങനെ സമയം വൃഥാ പാഴാക്കി കളയും. കാരണം അങ്ങനെ പോകുന്നവർ ഒരിക്കലും സ്വർഗത്തിലെത്തിച്ചേരില്ല. നമ്മളുടെ ലക്ഷ്യം മുഴുവൻ ഇപ്പോൾ പൗരസഭത്തിൽ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ശരിക്കും പിതാവിൻ്റെ ഭവനത്തിലെത്താൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുകയാണെന്ന് പറയുന്നത്. ഞങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നാണെങ്കിലും ഞങ്ങളുടെ മനസ്സും വിശ്വാസവും കൊണ്ട് ഞങ്ങളെപ്പോഴും അവിടുത്തെ അടുത്താണെന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അതുപോലെയുള്ളൊരു കൊതിയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതം. അത് ഈ ലോകത്തിൻ്റെ അരൂപി നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ പൗലോസപ്പോസ്തലന് നന്നായിട്ട് മനസ്സിലായി, അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതിനുള്ള കൃപ നമുക്ക് ചോദിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ വചനത്തിന് വിത്തായിട്ടും ആ വിത്ത് നമ്മിൽ പൊട്ടിമുളച്ച് പലർക്കും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് വളരെയധികം പേരെ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും ഒക്കെ നയിക്കാനായിട്ട് പറ്റുന്ന ഒരു ശക്തമായ ദൈവത്തിൻ്റെ ഉപകരണമായി നമ്മൾ മാറണം. മറ്റൊരു കുഞ്ഞു വിശുദ്ധന്മാർ, വിശുദ്ധികളായിട്ട് മാറണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.